അങ്ങനെ ഗെയിം കളിക്കാൻ ഷെൻഷയും യോയോയും ഉണ്ടെന്ന് പറഞ്ഞു. അവരെ കണ്ട് നീനി ഞെട്ടും. അയ്യോ, ഇനി എന്താ ചെയ്യാ? ഇവരോടാരാ ചോദിച്ചത്? ഞാൻ എന്താപ്പോൾ പറയാ? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഈ കറണ്ട് ഒന്ന് പോയി കിട്ടിയെങ്കിൽ രക്ഷപ്പെട്ടേനെ. ഓടിപ്പോയാലോ എന്നൊക്കെ ടെൻഷൻ അടിച്ചുകൊണ്ട് അങ്ങനെ വിചാരിക്കുകയാണ്. അവസാനം രണ്ടും കൽപ്പിച്ച് അവൾ ടൈപ്പ് ചെയ്യും. ആർക്കെങ്കിലും പുറത്തു പോകാൻ ആഗ്രഹമുണ്ടോ? ഞങ്ങളെന്തിനു പുറത്തു പോകണം? നമ്മൾ ഓൾറെഡി ഈ ക്ലാനിലുള്ളവരല്ലേ. വേവേനോടോ നെയ്യനോടോ പോകാൻ പറ. അത് കണ്ടിട്ടും ആരും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അതിൽ നെയ് പറയും, കളി തുടങ്ങല്ലേ. അങ്ങനെ ഗെയിമിൽ അവർ ഒരുമിച്ച് മോൺസ്റ്ററിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. പോകുന്ന വഴി നീനി ഈ ടാസ്കിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ആദ്യത്തെ ലെവൽ ഈസിയാണ്. ഒരു പെണ്ണ് വന്ന് നമ്മളുമായി ഫൈറ്റ് ചെയ്ത് നോക്കും. മെയിൻ വില്ലത്തിനെ കൊല്ലാനുള്ള കഴിവുണ്ടോ എന്ന് നോക്കുകയാണ്. അത് പെട്ടെന്ന് തീരും. പിന്നെ 4 ലെവലായിട്ട് മെയിൻ പെണ്ണിൻ്റെ ലവേഴ്സ് വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യും. അതും കഴിഞ്ഞാൽ അവിടെ എത്തുള്ളൂ. അവിടെ എത്തിക്കഴിഞ്ഞാൽ മെയിൻ ആളും പിന്നെ അവരുടെ ലവേഴ്സും എല്ലാം കൂടെ നമ്മൾ അറ്റാക്ക് ചെയ്യാണ്. അങ്ങനെ അതൊക്കെ പറഞ്ഞു കൊടുത്ത് അവരങ്ങനെ നടന്നു പോകുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ യോയോ വേറെ ഒരു വഴി കാണും. അവൾ ജസ്റ്റ് അതിലൊന്ന് പോയി നോക്കുകയാണ്. അങ്ങനെ ബാക്കി 4 പേര് കൂടെയാണ് പോകുന്നത്. അവസാനം ഫസ്റ്റ് ലെവലെത്തും. അതിലൊരു പെണ്ണ് വന്ന് പറയും, എന്നെയും മെയിൻ വില്ലത്തി തട്ടിക്കൊണ്ടുപോയി അവരുടെ അടിമയാക്കിയതായിരുന്നു നിങ്ങളെപ്പോലെയുള്ള ഒരു ടീം വന്ന് എന്നെ രക്ഷപ്പെടുത്തിയത്. ആ സ്ത്രീ ഭയങ്കര സ്ട്രോങ് ആണ്. പെട്ടെന്നൊന്നും ആർക്കും അവരുമായി ജയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം എന്നോടൊന്ന് ഫൈറ്റ് ചെയ്ത് നിങ്ങളെ ശക്തി തെളിയിക്ക്. അങ്ങനെ ആ പെണ്ണും അവരുമായി പൊരിഞ്ഞ ഫൈറ്റാണ്. അതിൻ്റെ ഇടയിൽ യോയോ കുറേ മോൺസ്റ്റേഴ്സിനെയും കൂട്ടി വരുന്നുണ്ട്. അവൾ ഓടി വന്ന് ഷെൻഷയോട് പറയും, ഷെൻഷ എന്നെ ഒന്ന് രക്ഷിക്ക്. ഷെൻഷ ഫൈറ്റിൻ്റെ ഇടയിലാണ്. നീ എവിടെയെങ്കിലും പോയി ഒളിക്ക്. അതിൽ നെയ്ഹ അവൻ്റെ പവർ യൂസ് ചെയ്ത് അതിനെ ഫുള്ള് കൊല്ലും. അങ്ങനെ ഫസ്റ്റ് ലെവൽ കംപ്ലീറ്റ് ആയി. ആ പെണ്ണ് പറയും, നിങ്ങളെ കഴിവിൽ ഞാൻ തൃപ്തനാ. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് ആ മെയിൻ വില്ലത്തിനെ കൊല്ലാൻ പറ്റുമെന്ന്. ഞാൻ നിങ്ങൾക്ക് മുമ്പോട്ടുള്ള വഴി കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവരുമായി പോകും. അങ്ങനെ പോകുന്ന വഴി 4 ലെവലിലായി മെയിൻ പെണ്ണിൻ്റെ ലവേഴ്സ് വന്ന് അറ്റാക്ക് ചെയ്യും. എല്ലാവരെയും ഇവർ ഫൈറ്റ് ചെയ്ത് ഓടിക്കും. അതിൻ്റെ ഇടയിൽ ഒരു ലവർ യോയോൻ്റെ പിന്നാലെ ഓടുകയാണ്. അവൾ നിലവിളിക്കുന്ന സൗണ്ട് കേട്ട് ഷെൻഷെ അവനെ കൊല്ലും. അത് യോയോ വന്നിട്ട്, ഷെൻഷെ ഞാൻ പേടിച്ചു പോയി. എന്താ എല്ലാവരും എൻ്റെ പിന്നാലെ തന്നെ ഇങ്ങനെ വരുന്നത്? പേടിക്കണ്ട, നീ എൻ്റെ പിന്നിൽ നിന്നോ, ഞാൻ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്തോളാം. ഷെൻഷെ യു ആർ അമേസിങ്. നിന്നെ കിട്ടിയതെൻ്റെ ഭാഗ്യം. അവരാ കൊഞ്ചൽ കണ്ടിട്ട് നിനക്ക് ആകെ പുളിച്ച് കയറുന്നുണ്ട്. അതിൽ നീനി പറയും, യോയോ എന്തോ കളിയാണ് നിൻ്റേത്. ആദ്യം കുറേ പേടിച്ചോടുക, പിന്നെ ഇതൊന്നും പോരാഞ്ഞിട്ട് വേറെയും കുറേ മോൺസ്റ്റേഴ്സിനെയും കൂട്ടി വരിക. ഓരോ പൊട്ടത്തരത്തിൽ പോയി ചാടുകയാണ്. നേഹയും വേവയും ഇല്ലെങ്കിൽ കാണായിരുന്നു, എപ്പോഴോ തീരുമാനമായിരുന്നു. അതൊന്നും സാരമില്ല, ഇപ്പോൾ ആർക്കും ഒന്നും പറ്റില്ലല്ലോ, ഇനി സൂക്ഷിച്ചാൽ മതി. അതിൽ നീനി പറയും, ഈ പോക്ക് പോയ അവസാന ലെവലും ജയിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് ഡൗട്ടാണ്. അതൊന്നും ഓർത്ത് പേടിക്കണ്ട, നെയ്ഹയുണ്ടല്ലോ നമ്മുടെ കൂടെ. നമ്മൾ ഇനി കടക്കാൻ പോകുന്ന ലാസ്റ്റ് ലെവലിലോട്ടാണ്. ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം പ്ലീസ്. പിന്നെ ഇവിടെ ഫീമെയിൽ പ്ലെയേഴ്സ് മരിച്ചാൽ ഈ ടാസ്ക് നമ്മൾ തോറ്റെന്നേ പറയുള്ളൂ. പക്ഷെ മെയിൽ പ്ലെയേഴ്സാണ് മരിക്കുന്നതെങ്കിൽ അവർ പിന്നീട് ആ വില്ലത്തിൻ്റെ ലവറായി മാറും. അതുകൊണ്ട് മെയിൽ പ്ലെയേഴ്സ് നല്ലോണം ശ്രദ്ധിച്ച് കളിക്കണം. അതിൽ വഴികാട്ടി പറയും, ഇനി അങ്ങോട്ട് ഫുള്ള് ഡേഞ്ചറസ് പ്ലേസസ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്കിനി വരാൻ പേടിയാണ്. എൻ്റെ സഹായം ഇല്ലാതെ ഇനി നിങ്ങൾ മുന്നോട്ട് പോകണം. ഞാൻ തിരിച്ചു പോകുന്നു എന്നും പറഞ്ഞ് അവൾ പോകും. അങ്ങനെ അവർ വീണ്ടും മുന്നോട്ട് പോകുകയാണ്. അവസാനം അവരവിടെ എത്തും. ഇതാണ് ലാസ്റ്റ് ലെവലിലുള്ള ആ പെണ്ണ്. ഇവരെ കണ്ട ആ പെണ്ണ് ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് അതിൻ്റെ പവർ യൂസ് ചെയ്യും. അതിൽ നിന്നൊക്കെ ചാടി രക്ഷപ്പെടും. ഒരുപാട് മുമ്പ് ഞാനും ഈ ടാസ്ക് ചെയ്തിട്ടുണ്ട്. ഇവർ ഭയങ്കര സ്ട്രോങ് ആണ്. എല്ലാവരും അവരവരെ ബ്ലഡ് ലെവലൊക്കെ കൂട്ടി വെച്ചോളൂ. അതിൽ ആ വില്ലത്തി ചാടി വന്ന് ഒരുപാടെണ്ണമായി. എന്നിട്ട് ഓരോരുത്തരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വീണ്ടും ഭയങ്കര ഫൈറ്റാണ്. അതിൽ യോയോക്ക് നന്നായി ഒന്ന് കിട്ടും. അവൾ സഹായത്തിനായി നിലവിളിക്കും. അതിൽ നെയ്ഹ വീണ്ടും അവളെ രക്ഷപ്പെടുത്തും. എന്നിട്ട് അവളോട് ശ്രദ്ധിച്ച് കളിക്കാൻ പറയും. പക്ഷെ അടുത്ത സെക്കൻഡിൽ അവൾക്ക് പിന്നെയും കിട്ടി ഇതാ കിടക്കുന്നു. അതിൽ അവൾ ദേഷ്യപ്പെട്ട്, ആ തള്ള എന്താ എന്നെ മാത്രം ഇങ്ങനെ ലക്ഷ്യം വെക്കുന്നത്? നെയ്ഹ വീണ്ടും അവളെ ബ്ലഡ് ലെവൽ കൂട്ടിക്കൊടുക്കുന്നു. അതിൽ വില്ലത്തി അവളെ എല്ലാ ലവേഴ്സിനെയും വരുത്തി ഒരു വലിയ ഫൈറ്റ് തന്നെയാണ് അവിടെ നടക്കുന്നത്. എന്നാൽ നെയ്ഹ ആ വില്ലത്തിനെ മാത്രമാണ് എയിം ചെയ്തിട്ടുള്ളത്. അവളെ കൊന്നാൽ മാത്രമേ ഇതിനൊരു അവസാനം ഉണ്ടാകുള്ളൂ. അങ്ങനെ അവർ തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. അതിൽ വേവയും വന്ന് നെയ്ഹനെ ഹെൽപ്പ് ചെയ്യും. അതിൽ നീനി വിളിച്ചു പറയും, നമ്മൾ ആദ്യം ചെറിയ ഐറ്റംസിനെ കൊല്ലല്ലേ, എന്നിട്ട് എല്ലാവർക്കും കൂടി അതിനെ കൊല്ലാം. അതുകൊണ്ട് കാര്യമില്ല, ഇവളെ ചത്താലേ അവരും ചാകുള്ളൂ, ഇല്ലെങ്കിൽ അവർ പിന്നെയും വന്നുകൊണ്ടിരിക്കും എന്നു പറഞ്ഞ് ഭയങ്കര ഫൈറ്റാണ്. ഷെൻഷെ അതിന് അമ്പയെ. അതിൽ ഷെൻഷെ വന്ന് അതിൻ്റെ നെഞ്ചത്തോട്ടൊന്ന് കൊടുക്കും. അത് കണ്ട് നീനി പറയും, നമ്മൾ ജയിക്കാനായി. അതിൽ ഷെൻഷയ്ക്ക് അസൂയ മൂത്ത് അവൻ നെയ്ഹയ്ക്കിട്ടൊന്ന് കൊടുക്കും. അതിൽ അവൻ്റെ ശ്രദ്ധ തെറ്റി ആ സമയം ആ വില്ലത്തി നെയ്ഹനെയും വേവനെയും അറ്റാക്ക് ചെയ്യും. അവർ രണ്ടുപേരും മറിഞ്ഞു വീഴും. അതിൽ ആ വില്ലത്തി നേരെ യോയോൻ്റെ നേരക്ക് വന്നിട്ട് അവളെ കൊല്ലും. അതിൽ ഷെൻഷെ വില്ലത്തിൻ്റെ നേരക്ക് അമ്പയും. അതിൽ അവൾ അത് പിടിച്ച് റിട്ടേൺ വിടും. അത് നേരെ ഷെൻഷയ്ക്കിട്ട് തന്നെ കിട്ടും. അവനും മരിച്ചു വീഴും. അടുത്തതായി വില്ലത്ത് വേവേക്കിട്ട് കൊടുക്കാനാണ് വരുന്നത്.
അതിൽ അവൾ ആ അറ്റാക്ക് തടഞ്ഞു വെച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ഏകദേശം തോൽവിയുടെ വക്കത്തെത്തി. അതിൽ നെയ്ഹെ ചാടി വീണ് ഷെൻഷയ്ക്കും യോയോക്കും ലൈഫ് കൊടുക്കും. അതിൽ അവൻ്റെ സകല പവറും എടുത്ത് അവളെ നേരെ കിട്ടുകൊടുക്കും. അതിൽ വില്ലെത്തി കരിഞ്ഞു പോകും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നീനി നെയ്ഹൻ്റെ ശക്തിയെയും ബുദ്ധിയെയും പൊക്കി പറയാണ്. അങ്ങനെ ഗെയിം കഴിഞ്ഞു. അപ്പോൾ നീനി എല്ലാം കഴിഞ്ഞില്ലേ? എന്നാൽ ഞങ്ങൾ പോയി. എന്തേലും സഹായം വേണമെങ്കിൽ ഇനിയും വിളിക്കും. ഇനി അഥവാ എന്നെ കിട്ടിയില്ലെങ്കിൽ നെയ്ഹനെ വിളിച്ചോ, അവൻ നിന്നെ സഹായിക്കും. അത് കേട്ട് നീനി ആകെ ഹാപ്പി ആയിക്കൊണ്ട് ആണോ എന്നാൽ വിളിച്ചോട്ടെ. അതിൽ നെയ്ഹയും ഓക്കെ പറയും. ഓക്കെ എന്നാൽ ശരി, ഞങ്ങൾ പോയി. ഒരു മിനിറ്റ്, ആ റിവാർഡ് എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യാം? അതൊന്നും വേണ്ട, നീ എടുത്തോ, ബായ്. അങ്ങനെ അവർ പോയി. പിന്നെ വേവയും നെയ്ഹയും മാത്രമായി. അതിൽ വേവ ചോദിക്കും, നിന്നോട് ആ ഷെൻഷ അങ്ങനെയൊക്കെ ചെയ്തിട്ട് നീ എന്തിനാ അവർക്ക് ലൈഫൊക്കെ കൊടുത്തത്? അവർ അങ്ങനെ മരിക്കുന്നതിനേക്കാളും അവർക്ക് നാണക്കേടാവലേ? അവർ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഞാൻ അവരെ രക്ഷപ്പെടുത്തിയാലല്ലേ? ആ അത് ശരിയാ. ഇനി അടുത്ത പരിപാടി എന്താ? ഞാൻ ഒരു കോളിലാണ്. അതിൽ വേവ ഷോക്കായിക്കൊണ്ട്, അപ്പോൾ നീ ആ ഫൈറ്റിൻ്റെ ഇടയിലും കോളിലായിരുന്നോ? അതെ. അത് കേട്ട് അത്ഭുതത്തോടെ വിചാരിക്കും, ഒരു കയ്യിൽ ഫോണും അപ്പോൾ ഒരു കൈ കൊണ്ടാണോ ഇതൊക്കെ ചെയ്തത്? എന്നിട്ട് ടൈപ്പ് ചെയ്യും. ഒരു കൈ യൂസ് ചെയ്തൊക്കെ നിനക്കിത് കളിക്കാൻ പറ്റുമോ? ഹെഡ്ഫോൺ. അത് കണ്ട് അവൾ വിചാരിക്കും, അയ്യേ ശരിയാണല്ലോ, ഹെഡ്ഫോൺ യൂസ് ചെയ്തും കോൾ ചെയ്യാമല്ലോ, എന്തൊരു മണ്ടിയാ ഞാൻ. എന്നാൽ കോൾ ചെയ്തോ? ഹെഡ്ഫോൺ ആയാലും കോൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ കളിക്കുക എന്നൊക്കെ വെച്ചാൽ അവൻ ഭയങ്കര സംഭവട്ടോ. ആ ഗിഫ്റ്റ് പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്ത് അവൻക്ക് കൊടുക്കണം. അങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ മെസ്സേജ് അയക്കും, വേവേ എനിക്ക് 2 ദിവസത്തെ ഒരു ബിസിനസ് ട്രിപ്പ് ഉണ്ട്. അടുത്തതായി കാണിക്കുന്നത് നെയ്ൻ്റെ ഓഫീസാണ്. അവൻ അവിടെ എന്തോ ഫയലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഫ്രണ്ട് വേവയും നെയ്ഹയും അന്ന് കുടിച്ച മഗ്സൊക്കെ കണ്ടുപിടിച്ച് അതും കാണിച്ച് നെയ്നെ കളിയാക്കും. എന്നിട്ട് ബാക്കി ഫ്രണ്ട്സിനോട് പറയും, എനിക്കിവിടെ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്. അവൻ ആരുമില്ലാത്ത സമയത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ബെല്ലനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നീ പറഞ്ഞത് ശരിയാണെങ്കിൽ ഒരു സ്ത്രീ സ്പർശനം പോലും കിട്ടാത്ത ഈ കമ്പനി മിസ്സിസ് നെയ് കാരണം കണ്ടാമിനേറ്റഡ് ആയി. ഞാൻ ഒരിക്കലും നെയ്നോട് ചോദിക്കുന്നുണ്ട്, അവൻ കാരണമാണ് നമ്മളൊക്കെ ഇങ്ങനെ സിംഗിളായി നടക്കുന്നത്. എന്നിട്ട് അവനിപ്പോൾ ഫുള്ള് ഡേറ്റിങ്ങിലും നമ്മളൊക്കെ ആർക്കും വേണ്ടാത്ത ഒറ്റത്തടിയും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നെയ് വരും. അതിൽ ഫ്രണ്ട് പറയും, നെയ് ആ ജെനിടെക്ക് പിന്നെ നമ്മളെ കോണ്ടാക്റ്റ് ഒന്നും ചെയ്തില്ലല്ലോ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജെനിടെക്ക് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്തത് ഫെങ്ടൺ ടെക്ക് ഇതിൽ ഇടപെട്ടത് കൊണ്ടാണ്. അതിൽ മറ്റേ ഫ്രണ്ട് വന്നിട്ട് പറയും, അവർ ഇത്ര പെട്ടെന്ന് അത് വേണ്ടാന്ന് വെച്ചോ? മൂഡ് പോയി. അവർക്കെതിരെയുള്ള നെയ്ൻ്റെ അടുത്ത അറ്റാക്കും കാത്ത് വെറുതെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഫെങ്ടൺ ടെക്ക് നമ്മുടെ ഗെയിം കണ്ടിട്ട് നല്ലൊരു പോസിറ്റീവ് ഫീഡ്ബാക്കാണ് തന്നിട്ടുള്ളത്. നാളെ അവരുമായുള്ള നമ്മുടെ മീറ്റിങ്ങിൽ അവരെ ഒന്നുകൂടെ കൺവിൻസ് ചെയ്യണം. അവരത് വീണാൽ നമ്മൾ കളിക്കുന്ന ആ ഗെയിമിൻ്റെ സെക്കൻഡ് വേർഷൻ അവരുമായി ഒന്ന് ടൈപ്പ് ആകണം. അതല്ല നെയ്, മിസ്സിസ് നെയ് ആ വീഡിയോ അവർക്ക് തന്നെ വിറ്റു മോൺസ്റ്ററിനെ വാങ്ങിച്ചു. അവർക്ക് അത്രയ്ക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ അവസരം മുതലെടുത്തുകൂടായിരുന്നോ? അവരെ ഈ വൈക്ക് കൺവിൻസ് ചെയ്ത് നമ്മുടെ ആവശ്യം സാധിപ്പിച്ചുകൂടായിരുന്നോ? അതുകൊണ്ട് മാത്രം കാര്യമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനേക്കാളും ബെറ്റർ ഈ ഐഡിയ തന്നെയാണ്. നമ്മൾ എല്ലാ തരത്തിലും അതിനോട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ജെനിടെക്ക് ചെയ്തിട്ടില്ല. പിന്നെ ഒരു കാര്യം കൂടെ, ആ വഴി ആയതുകൊണ്ട് വേവേനെ ഹാപ്പിയാക്കാൻ പറ്റി. അത് കേട്ട് അവർക്ക് സഹിക്കാൻ പറ്റാതെ, ഓ മൈ ഗോഡ് ഇപ്പം മനസ്സിലായി, ശരിക്കും റീസൺ അതാണ് എന്നൊക്കെ പറഞ്ഞ് അവനെ കളിയാക്കുകയാണ്. ഇനി ജെനിടെക്കിൽ അങ്കിൾ ഒരാളുമായി ഡിസ്കസ് ചെയ്യണേ. നാളെ അല്ലേ ഫെങ്ടൺ ടെക്കൊക്കെ പങ്കെടുക്കുന്ന ആ ഫംഗ്ഷൻ. അപ്പോൾ ആ ഗെയിമിൻ്റെ പുതിയ വേർഷൻ്റെ കാര്യം കൂടെ ഒന്ന് അവതരിപ്പിച്ചേക്ക്. ആ പ്രൊജക്റ്റ് മാക്സിമം നമുക്ക് തന്നെ കിട്ടാൻ നോക്കണം. പേടിക്കേണ്ട സാർ, അത് 100% നമുക്ക് തന്നെയാണ് കിട്ടുക. പിന്നെ ഞാനൊരു കാര്യം കൂടെ കേട്ടു, ആ ഷീടെക്കും ആ പ്രൊജക്റ്റിന് വേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ടെന്ന്. അത് കേട്ട് ഇറാൻ ഒന്ന് ഷോക്കാകും. ആരെ? ആ കോളേജ് പിള്ളേരോ? അവർ ഇറക്കാൻ പറ്റുന്നതിനേക്കാളുമാണല്ലോ ചവച്ചു കൂട്ടുന്നത്. അതിൽ അങ്കിളിന് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട്. എന്നിട്ട് അയാളോട് പറയും, നമ്മുടെ സൈഡിൽ നിന്ന് മാക്സിമം നന്നാവണം, അല്ലെങ്കിൽ ഞാനും വരാം നാളെ നിൻ്റെ കൂടെ. നീ കുറച്ച് വില കൂടിയ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു വെച്ചേക്ക്. ഫെങ്ടൺ ടെക്കിൻ്റെ സിഇഒനെ നമുക്ക് നന്നായി ഒന്ന് കാണണം. ഓക്കെ? ശരി സാർ. ഇവിടെ പ്രോഫിറ്റിനേക്കാളും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫെങ്ടൺ ടെക്കുമായുള്ള ബന്ധം നിലനിർത്താനാണ്. അങ്ങനെയാണെങ്കിൽ അത് നമ്മുടെ ഗെയിം ഇൻഡസ്ട്രീനെ വളർത്താൻ ഗുണം ചെയ്യും. നമ്മുടെ ഇൻഫ്ലുവൻസ് ഒക്കെ നന്നായി കൂട്ടാനും പറ്റും. അപ്പോൾ ഈ പ്രോഫിറ്റിൻ്റെ കമ്മി തനിയെ ഒരുപാട് കൂടിക്കോളും. ഷേവോ ഇതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാതെ ഓഫീസിലിരുന്ന് ഗെയിമും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് അങ്കിളിനെ ദേഷ്യം പിടിച്ചിട്ട് പറയും, ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഈ ഓഫീസിൽ വെച്ച് നീ ഇങ്ങനെ ഗെയിം കളിക്കരുതെന്ന്. ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തൊരു സാധനം. നീ ഒരു കാര്യം ചെയ്യേ, എൻ്റെ കൂടെ നാളെ നീയും വരുന്നുണ്ട്, നീ റെഡി ആയിക്കോ. അതിൽ അവന് പറയും, നാളെ എനിക്ക് പറ്റില്ല, എനിക്ക് എക്സാമാണ്, അടുത്ത പ്രാവശ്യം വേണമെങ്കിൽ നോക്കാം എന്ന് പറഞ്ഞ് അവന് വീണ്ടും കളിച്ചുകൊണ്ടിരിക്കണം. അത് കണ്ട് അങ്കിളിന് ദേഷ്യം പിടിച്ച് അത് കടിച്ചമർത്തി നിൽക്കും. ഇവിടെ ഇരാനും ഫ്രണ്ട്സും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു ഫ്രണ്ട് പറയും, എന്നാലും ആ നെയ്ക്ക് എന്തിൻ്റെ സൂക്കേടാ, ഇത്രയും സുന്ദരിയും ടാലൻറ്റുമായ ഇവളൊക്കെ ഒഴിവാക്കി ആ വേവേവേനൊക്കെ സെലക്ട് ചെയ്യാൻ. അതിന് വേറൊരുത്തി പറയും, ആ വേവേവേ ഇവളെപ്പോലെയല്ല, ഭയങ്കര സൂത്രശാലിയാ, ഫുൾ അഭിനയമാണ്, നെയ്ക്ക് അതൊന്നും മനസ്സിലാകാതെ വീണതാ. എല്ലാം നിൻ്റെ ആ റൂംമേറ്റിൻ്റെ തെറ്റാണ്, അവൾ കാരണം നിൻ്റെ മാനം പോയില്ലേ.
എനിക്ക് ഇനിയും അവനെ കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഷുവർ. പക്ഷേ നിന്റെ ആദ്യത്തെ പ്ലാന് പോലെ ഓരോ വിഡിത്തമൊന്നും ചെയ്യാൻ നിൽക്കരുത്. നീ ജസ്റ്റ് നിന്റെ ഭംഗി മാത്രം നന്നായി ഒന്ന് കാണിച്ചാൽ മതി. അത് കണ്ട് അവൻ അട്രാക്റ്റ് ആവണം. എന്നിട്ട് നിന്റെ ട്രാക്കിലോട്ട് അവനെ കൊണ്ടുവരണം. മനസ്സിലായോ? നിന്റെ ആ ഫ്രണ്ട് കാരണം നിന്റെ ഫുള്ള് നിലയും വിലയും പോയി. ആദ്യം നീ ആരാണെന്ന് നീ മനസ്സിലാക്ക്. നിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്ക്. ആ വേവേനെ പോലെ ഒരു എച്ചിയല്ല നീ. അവൾ പറയുന്നത് ശരിയാണ് ഇരാൻ. നീ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നാളെയല്ലേ നീ പറഞ്ഞ ഫംഗ്ഷൻ? നീയും ഉണ്ടാകുമല്ലോ. ഇത് നല്ലൊരു ചാൻസാണ്. നീ മാക്സിമം മുതലാക്കിക്കോ. നിന്നെ കണ്ട് അവൻ വീഴണം. അത് കേട്ട് ഇരാൻ ഒന്ന് ഇരുന്ന് ആലോചിക്കുകയാണ്. കോളേജ് ക്യാൻറ്റീനിൽ നെയ്യും വേവയും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെ കണ്ടുകൊണ്ടിരിക്കാൻ കുറേ പെൺപിള്ളേർ അവൻ്റെ ടേബിളിൻ്റെ അടുത്ത് തന്നെ ഇരുന്ന് വായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ ഫ്ലൈറ്റ് 9 മണിക്കല്ലേ? എന്നിട്ടും നീ ഇവിടെ ഇരുന്ന് സ്ലോലി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണോ? 7 മണിയായി. ഇവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റാണ്. നീ ഇവിടുന്ന് പഠിച്ചിറങ്ങിയത് കൊണ്ട് നിനക്കിനി ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ക്യാൻറ്റീനിൻ്റെ കാർഡൊക്കെ അവർ ക്യാൻസൽ ചെയ്തില്ലേ? അതിനെന്താ, ഞാൻ നിൻ്റെത് യൂസ് ചെയ്യും. ഞാൻ തന്നില്ലെങ്കിലോ? എന്നാൽ ഞാൻ ഓസിക്ക് തിന്നും, എൻ്റെ പാരൻസിൻ്റെ പേര് പറഞ്ഞ്. അപ്പോഴാണ് വേവേക്ക് ഒരു കാര്യം ഓർമ്മയത്. പ്രൊഫസറിൻ്റെ ക്ലാസ് ഉണ്ടെന്ന് എനിക്ക്. ഈ സെമസ്റ്ററിലെ അവസാനത്തെ ക്ലാസ്സാണ്. നിൻ്റെ പാരൻസിന് നമ്മളെപ്പറ്റി അറിയോ? ഇന്ന് എനിക്ക് പ്രൊഫസറിൻ്റെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ട്. അവരത് പ്രത്യേകം ചെക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ടോ? ചാൻസ് അല്ല, എന്തായാലും ചെക്ക് ചെയ്യും. എന്നാൽ ആദ്യം നീ ഒന്ന് ചെക്ക് ചെയ്യുക. അതിൽ വല്ല മിസ്റ്റേക്കും ഉണ്ടോ എന്ന് നോക്ക്. വെറുതെ ഫസ്റ്റ് തന്നെ ബാഡ് ഇംപ്രഷൻ ഒന്നും കൊടുക്കണ്ടല്ലോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവരത്ര ഭീകരന്മാരൊന്നുമല്ല. നീ വെറുതെ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. പിന്നെ നിനക്ക് അവരറിയാത്ത പോലെ നിന്നാൽ മതി. അത് കേട്ട് വേവയ്ക്ക് ആകെ ചൊറി കയറും. എന്നാൽ ഇവിടെ അച്ഛൻ അവൾ അസൈൻമെൻറ്റും കൊണ്ട് വീട്ടിലോട്ട് ഓടി വരാണ്. അച്ഛനെ കണ്ട അമ്മ ഓടി വന്ന്, നിങ്ങൾ കണ്ടോ അവളെ? എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുണ്ട്. ഇതാണ് അവളെ വർക്ക്. നീ ഒന്ന് നോക്ക്. അത് നോക്കി അമ്മ ഒറ്റ നോട്ടത്തിൽ തന്നെ പറഞ്ഞ്, നല്ല കയ്യക്ഷരം. അതിൽ അച്ഛനും പറയും, അത് മാത്രമല്ല നല്ല ബ്രില്യൻ്റാണ് അവൾ. അങ്ങനെ അമ്മ അതൊക്കെ നോക്കി. അമ്മക്ക് മനസ്സിൽ നിറഞ്ഞു. നല്ല സ്മാർട്ടായ കുട്ടി തന്നെയാണ്. അതിൽ അച്ഛന് പറയും, എനിക്ക് അപ്പോഴേ ഡൗട്ടുണ്ടായിരുന്നു അവൻ്റെ കാര്യത്തിന്. അവന് പെട്ടെന്നൊരു ദിവസം എൻ്റെ ക്ലാസ്സിലിരിക്കലും അന്ന് അവൻ ഇരുന്നത് ഇവളെ കൂടെയാണ്. നമ്മുടെ മകന് നമ്മുടെ രണ്ടാളെ സ്വഭാവമല്ല കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് എന്നോടുണ്ടായ പ്രണയം 5-6 വർഷം വരെ നിങ്ങൾ മറച്ചു വെച്ചില്ലേ? ഞാനോ? നീയാണ് 5-6 വർഷം മറച്ചു വെച്ചത്. 5-6 അല്ല, 8-9 വർഷം. എന്നിട്ട് എന്നെ പറയുന്നു. നീ അതും മറച്ചു വെച്ച് എങ്ങാനും ആയുസ് തീർന്നു മരിക്കോ എന്ന് വിചാരിച്ച് പാവം തോന്നി പറഞ്ഞതല്ലേ ഞാൻ. അതും പറഞ്ഞ് അച്ഛനും അമ്മയും വഴക്കുണ്ടാക്കും. അങ്ങനെ നെയ്യൊക്കെ പോയി ലഞ്ചിന് വേണ്ടി വേവെ ക്യാൻറ്റീനിൽ വരി നിൽക്കണേ. അതിൽ മേഹോ ഓടി വന്ന് ആ വരിയിൽ കയറി വേവേനെ ശ്രദ്ധിക്കും. വേവേക്ക് തിരിച്ച് അവനെ മനസ്സിലായിട്ടില്ല. അവർ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അതിൽ എറിക്സി പറയും, നെയ് ഇല്ലാന്ന് വിചാരിച്ച് നീ എന്തിനാ ഇങ്ങനെ നെടുവീർപ്പിടുന്നത്? ഞങ്ങളെ കൂടെ ഫുഡ് കഴിക്കുന്നത് ആലോചിച്ചിട്ടാണോ? നീ എന്താ ഈ പറയുന്നത്? ഈ ക്യൂവിൻ്റെ ലെങ്ത്ത് നോക്ക്. ഫുഡ് വല്ലതും ബാക്കി ഉണ്ടാവുമോ? അത് കണ്ടിട്ടാണ് ഞാൻ നെടുവീർപ്പിട്ടത്. അതിൽ എറിക്സി ചോദിക്കും, വേവേ നീയും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? അതിൽ അവൾ പറയും, പാരൻസിനെ മീറ്റ് ചെയ്യാനാണ് പ്ലാന്. അത് കേട്ട് എറിക്സി ഞെട്ടിക്കൊണ്ട്, ഇത്ര പെട്ടെന്നോ? ഞാൻ വെറുതെ പറഞ്ഞതാ. ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് ആകെ ഒരു വീക്കിലായിട്ടുള്ളൂ. അപ്പോഴേക്കും പാരൻസിനെയൊക്കെ കാണൂ. പറയാൻ പറ്റില്ല. നിങ്ങളൊരാഴ്ച കൊണ്ട് ഇത്ര എത്തില്ലേ? അപ്പോൾ പാരൻസിനെ മീറ്റ് ചെയ്തെന്ന് വെച്ച് ഒരത്ഭുതവുമില്ല. അതിൽ ലിങ് പറയും, അതിന് എനിക്ക് തോന്നുന്നത് നെയ് അവൻ്റെ സ്ട്രാറ്റജിയൊക്കെ മാറ്റി ഇപ്പോൾ ഫുള്ള് കാര്യങ്ങളൊക്കെ സ്ലോയിൽ കൊണ്ടുപോകാനാണ് അവൻ്റെ പ്ലാന്. ദാറ്റ്സ് സോ റൊമാൻറ്റിക് എന്നൊക്കെ പറഞ്ഞ് അവളെ കളിയാക്കാണ്. അത് കേട്ട് മേഹോ ചിരിക്കും. അത് കണ്ട് എല്ലാവരും തിരിഞ്ഞു നോക്കും. അതിൽ അവന് പറയും, ഹായ്, ഞാനാണ് മേഹോ. അതിൽ അവൾ പേടിച്ചുകൊണ്ട്, ഓ മൈ ഗോഡ്, ഞങ്ങൾ സംസാരിച്ചതൊക്കെ ഇവൻ കേട്ടിട്ടുണ്ടാകും. ആകെ നാണക്കേടായല്ലോ. എന്താ ഇപ്പോൾ ചെയ്യുക? ഐഡിയ. എന്നിട്ട് അവൾ പറയും, ഓ അപ്പോൾ ഇതാണല്ലേ മിസ്റ്റർ ഗേളി. അതിൽ അവൻ ആകെ ഇല്ലാതാകും. അത് കേട്ടതും അവരെല്ലാവരും അവനെ കളിയാക്കി ചിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് അവർ ഫുഡ് കഴിക്കാനിരിക്കും. എന്നിട്ടും അവൻ്റെ ദേഷ്യം മാറിയിട്ടില്ല. അവൻ നെയ്ക്ക് മെസ്സേജ് അയക്കും, നിൻ്റെ വൈഫ് എന്നോട് ഇന്ന് ചെയ്തത് എന്താണെന്നറിയോ? കുറച്ച് കഴിഞ്ഞ് നെയ് റീപ്ലൈ കൊടുക്കും, എന്തായാലും എൻജോയ് ഇറ്റ്, ഐ ഡോണ്ട് കെയർ. അതിൽ അവൻ ഒന്നും കൂടെ ദേഷ്യം പിടിച്ച്, ഈ നെയ് എന്ത് പറഞ്ഞാലും ഇപ്പോൾ അവളെ സൈഡാണ്, ഞാൻ എന്തായാലും ഇതിന് പകരം വീട്ടും എന്ന് വിചാരിച്ച് അവന് ഫുഡ് കഴിക്കും. ഇനി ഫെങ്ടൺ ടെക്കും നെയ്യും തമ്മിലുള്ള മീറ്റിംഗ് ആണ്. ഞാൻ വിചാരിച്ചത് നീ ഇങ്ങോട്ട് വരാൻ കാരണം നീ ഉണ്ടാക്കിയ ഗെയിം കൊണ്ട് മാത്രമാണെന്നാ. പക്ഷെ നിനക്ക് ഇത്രയും വലിയ ഒരു അംബീഷൻ ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നിനക്കും ഞങ്ങൾ ആ ഗെയിമിൽ ഇൻട്രസ്റ്റ് ഉണ്ടല്ലേ? യെസ്, ഞങ്ങൾ മൊബൈൽ ഗെയിമിൽ മാത്രം ഒതുങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞങ്ങളെ ഗെയിം എഞ്ചിൻ PC ഗെയിംസിനെയും സപ്പോർട്ട് ചെയ്യുന്നതാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കും ആ ഗെയിമിൻ്റെ വേർഷനെ പറ്റി പ്രത്യേകിച്ചൊരു പ്ലാനൊന്നുമില്ല. ആ വേർഷൻ എന്ന് ഇറക്കാൻ പറ്റുമെന്ന് ഒരു നിശ്ചയവുമില്ല. ഞങ്ങളുടെ ടീമൊക്കെ വേറെ ഒരു പ്രൊജക്റ്റിൽ എൻഗേജ്ഡ് ആണ്. പക്ഷെ പ്ലെയേഴ്സൊക്കെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുതിയ വേർഷന് വേണ്ടി. എന്നാൽ നിൻ്റെ പ്രൊജക്റ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നി നീ ഇതൊക്കെ ചെയ്യാനുള്ള മെച്യൂർ ആയിട്ടുണ്ട്. സോ നീ എനിക്ക് 3 മാസത്തിനുള്ളിൽ ഒരു ഡെമോ ഉണ്ടാക്കിത്താ, നിൻ്റെ എല്ലാ കേപ്പബിലിറ്റിയും യൂസ് ചെയ്ത്. അത് കണ്ടിട്ട് ഞാൻ ബാക്കി തീരുമാനിക്കാം. 3 മാസം അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്, പക്ഷെ കുഴപ്പമില്ല, ഞാൻ ഈ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യും. അതിൽ അയാൾ ടൈം നോക്കിയിട്ട് പറയും,
ഡിന്നർ റിസപ്ഷന് ടൈമായി. അവിടെ വെച്ച് ഞാൻ നിനക്ക് ഒരുപാട് വലിയ വലിയ ആളുകളൊക്കെ പരിചയപ്പെടുത്തി തരാം, വരൂ എന്നും പറഞ്ഞ് അവർ പോകും. ഇവിടെ വേവെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഫോൺ റിങ് ചെയ്യും. അവൾ ഓടി ചെന്ന് നെയ്യാണെന്ന് വിചാരിച്ച് ഫോൺ അറ്റൻഡ് ചെയ്യും. പക്ഷെ അത് ഫ്രണ്ട്സാണ്. നീ നെയ്യാണെന്ന് വിചാരിച്ച് ചാടി എടുത്തതല്ലേ ഫോണ്, സങ്കടായോ? ആ ശരിക്കും സങ്കടമായല്ലോ, എന്നാൽ ഞാൻ വെക്കട്ടെ എന്നും പറഞ്ഞ് അവൾ കളിയാക്കും. വേവേ വെക്കല്ലേ, ഒരു മിനിറ്റ്, നീ ഞങ്ങളെ പെറ്റ്സിനെയും കൂടി അയച്ചു തരുമോ? ഇപ്പോഴല്ല, ഞാൻ പഠിച്ചു കഴിയുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യും. പിന്നെ എനിക്ക് എക്സാം ആണെന്ന് നിങ്ങൾക്കറിയാലോ, പിന്നെ എന്തിനാ ഇങ്ങനെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യുന്നത്? മിസ്സിസ് നെയ് വരുന്നത് വരെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞങ്ങളോട് ചോദിക്കട്ടോ. അതിൻ്റെ ഒരു ആവശ്യമില്ല, നെയ് ഓൾറെഡി എൻ്റെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്തിട്ടാണ് പോയത്. എന്നാൽ ഓക്കെ, ഇനി ഞങ്ങൾ വിളിച്ച് ശല്യപ്പെടുത്തുന്നില്ല കേട്ടോ. പിന്നെ മോൺസ്റ്റേഴ്സിനെ അയച്ചു തരാൻ മറക്കണ്ട. അവൾ ശരി എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെച്ച് വീണ്ടും പഠിക്കാനിരിക്കും. അതിൽ അവൾ ആലോചിക്കും, നെയ് എന്ത് ചെയ്യായിരിക്കും ഇപ്പോൾ എന്നൊക്കെ ആലോചിച്ച് അങ്ങനെ കാട് കയറണം. അതിലവൾ പെട്ടെന്ന് അവളോട് തന്നെ നിർത്ത് പഠിത്തത്തിൽ മാത്രം ഫോക്കസ് എന്നും പറഞ്ഞ് അവൾ വീണ്ടും പഠിത്തത്തിലോട്ട് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യും. ഇറാൻ ഇവിടെ ഫംഗ്ഷന് വേണ്ടി ഒരുങ്ങിയാണ്. നിങ്ങൾ പറഞ്ഞിട്ടുള്ള എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്, ഇനി എന്തെങ്കിലും വേണമെങ്കിൽ അറിയിക്കേ എന്നും പറഞ്ഞ് അവർ പോകും. അങ്കിള് അവളെയും വെയിറ്റ് ചെയ്ത് പുറത്ത് നിൽക്കുകയാണ്. ഇറാൻ ഒന്ന് വേഗം വാ. ഓക്കെ, ഒരു 15 മിനിറ്റും കൂടെ. എന്നിട്ട് അവൾ ഡ്രസ്സ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സർ, ഫംഗ്ഷനുള്ള ടൈമായി. അതിൽ അങ്കിൾ എഴുന്നേറ്റ് പറയും, ഇറാൻ ഞങ്ങൾ പോയി, നീ അങ്ങോട്ട് വന്നാൽ മതി, 3rd ഫ്ലോറിലാണ് റിസപ്ഷൻ. ഓക്കെ അങ്കിൾ പോയിക്കോ. അങ്ങനെ അവൾ വീണ്ടും ഡ്രസ്സ് തപ്പാൻ തുടങ്ങി. അതിൻ്റെ ഇടയിൽ അവൾക്കൊരു ഡ്രസ്സ് കിട്ടി. അവൾ അത് വെച്ച് നോക്കിയാണ്. അങ്ങനെ റിസപ്ഷൻ ഹാളിൽ ഗസ്റ്റൊക്കെ എത്തി തുടങ്ങി. എല്ലാവരും ഡ്രിങ്ക്സൊക്കെ കഴിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അയാൾ നെയ്ക്ക് ഒരുപാട് വലിയ വലിയ ടീംസിനൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇവനാണ് ഷീ ടെക്കിൻ്റെ CEO. ഞങ്ങൾ ഇവരുണ്ടാക്കിയ ഒരു ഗെയിം ഇപ്പോൾ സൈൻ ചെയ്തതേയുള്ളൂ. പിന്നെ ഇവൻക്ക് ആ ഗെയിമിൻ്റെ ന്യൂ വേർഷനിലും വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. അങ്ങനെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അവരെയും നിരീക്ഷിച്ചുകൊണ്ട് അങ്കിളും ടീമും നിൽക്കുന്നുണ്ട്. അന്ന് നമ്മൾ ചോദിച്ചപ്പോൾ ന്യൂ വേർഷൻ്റെ കാര്യമൊന്നും ആയില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഒക്കെ റെഡിയായോ? അവന് വാക്ക് മാറ്റി പറയുന്ന ആളാണ് കേട്ടോ. അതിൽ അങ്കിള് പറയും, അവനൊക്കെ ഈ ഫെങ്ടൺ ടെക്കിൻ്റെ വെറും ഒരു സ്റ്റാഫാണ്. അവനക്കൊന്നും ഒറ്റയ്ക്ക് ഒരു ഡിസിഷനും എടുക്കാൻ പറ്റില്ല. എനിക്കറിയാം എന്താ ചെയ്യാമെന്ന് എന്നും പറഞ്ഞ് അങ്കിളും ടീമും ഇവരടുത്തോട്ട് വരും. എന്നിട്ട് കോമൺ ടോക്കൊക്കെ കഴിഞ്ഞ് ഒന്നും അറിയാത്ത പോലെ, ഓ ഇതാരാ, നെയ്യല്ലേ, വാട്ട് എ കോയിൻസിഡൻസ്, നിന്നെ ഇവിടുന്നൊക്കെ കാണാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഞാൻ അറിഞ്ഞല്ലോ നിൻ്റെ മൊബൈൽ ഗെയിം ഇവരെടുത്തെന്ന്. നിങ്ങൾ അറിഞ്ഞത് ശരിയാണ്, എന്നാലും ഞങ്ങൾ വെറും 3 മില്യൺ വിലയിട്ട ഗെയിം ഇവരൊക്കെ എടുത്തോ എന്നും പറഞ്ഞ് ഡീല് കുളമാക്കാൻ നോക്കും. 3 മില്യണോ? അതെ, അവർ ഈ ഇൻഡസ്ട്രിയിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണല്ലോ. സോ ന്യൂ കമർ ആയിട്ടുള്ള കോളേജ് സ്റ്റുഡൻസിനെ ഗെയിമിന് അതിൻ്റെ വാല്യൂ നോക്കാതെ അവർ തന്ന ഓഫറാണ് 3 മില്യൺ. അങ്ങനെ അവിടെ ഒരു സുഖമില്ലാത്ത കോൺവെർസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഫെങ്ടൺ ടെക്കിൻ്റെ പ്രസിഡന്റ് വരും. അതിൽ കൂടെ ഉള്ള ആൾ നെയ്നെയും കൊണ്ടുപോയി പരിചയപ്പെടുത്തി കൊടുക്കും. ഇവനാണ് നെയ്ക്സിയോ, ക്വിങ് യൂണിവേഴ്സിറ്റിയിലെ ടോപ്പ് സ്റ്റുഡൻ്റാണ്. ഓ, ഞാൻ ഇവനെപ്പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. ഞാൻ വിചാരിച്ചതിനേക്കാളും ചെറുപ്പമാണ്. അതെ, ഞാനും. അവൻ്റെ ഏജ് കണ്ട് ഞാൻ തന്നെ ഡൗട്ട് അടിച്ചിരുന്നു. പക്ഷെ ആൾ ഭയങ്കര ബ്രില്യൻ്റാണ്. നമ്മുടെ ഗെയിമിൻ്റെ പുതിയ വേർഷൻ്റെ ഡെമോ ഒന്ന് ഞാൻ സാമ്പിളായി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതെ, ഞങ്ങൾ മാക്സിമം എഫേർട്ടും എടുത്ത് നല്ലൊരു റിസൾട്ട് കൊണ്ടുവരാം. നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. എൻ്റെ വൈഫും ആ ഗെയിം കളിക്കാറുണ്ട്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരാണ് ഇതിൻ്റെ 2nd വേർഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇറാൻ്റെ എൻട്രി. അവൾ ഡോറൊക്കെ തുറന്ന് നല്ല വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് ഹാളിലോട്ട് കടന്നു വരും. അവളെ കണ്ടതും എല്ലാവരും അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. നെയ്യും നോക്കും. ഇതോടുകൂടി ലവ് O2O എപ്പിസോഡ് 13 ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.